എന്നാൽ എനിക്ക് ഈ സിനിമയിൽ മണ്ടത്തരങ്ങൾ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന ഈ സ്ക്രിപ്റ്റാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ. പിന്നെ ഇത്രയ്ക്ക് വാഴ്ത്തിപ്പെടാൻ തക്കതായിട്ട് ഈ സിനിമയിൽ വല്ലതും ഉണ്ടോ? നമുക്കതൊന്ന് വിലയിരുത്താൻ നോക്കിയാലോ. ഇവിടം മുതലാണ് പടം ശരിക്കും പ്രേക്ഷകന്റെ ലോജിക്കിനെയും കോമൺ സെൻസിനെയും ചോദ്യം ചെയ്യുന്നു. ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം കിട്ടാത്തതിനാൽ ഇതിന്റെ ക്ലൈമാക്സ് എനിക്ക് നനഞ്ഞ പടക്കം പോലെയായിരുന്നു. ഇനി നമുക്ക് ഇതിലെ മണ്ടത്തരങ്ങൾ ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. ഇതിലെവിടെ ലോജിക്ക്? ഒരു സിനിമയെ താറടിച്ച് കാണിക്കാനല്ല ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞത് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയ, എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. മലയാളത്തിൽ ഈ അടുത്തിറങ്ങിയ സിനിമകളിൽ ഒരുപാട് പോസിറ്റീവ് റിവ്യൂ വന്ന സിനിമയാണ് ബാലൻ. ഒട്ടുമിക്ക സിനിമാ നിരൂപകരും ഈ സിനിമയെപ്പറ്റി ഒരുപാട് വാഴ്ത്തിപ്പാടുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പലരും ഈ സിനിമയെപ്പറ്റി മലയാളത്തിലെ ക്ലാസിക് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എനിക്ക് ഈ സിനിമയിൽ മണ്ടത്തരങ്ങൾ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ എടുത്തു പറയുന്നു, മണ്ടത്തരങ്ങൾ എന്ന് പറയുന്നത് സിനിമയുടെ ഉള്ളടക്കത്തെ പറ്റിയാണ്. ഉള്ളടക്കം മാറ്റി നിർത്തിയാൽ സിനിമയുടെ മേക്കിംഗ് മികച്ചതാണ്. ഒരു ഇന്റർനാഷണൽ നിലവാരമൊക്കെ ഉണ്ട്. അതിപ്പോൾ പ്രകടനത്തിലേക്ക് വന്നാൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാം ഒന്നിനൊന്നും മികച്ച പ്രകടനം തന്നെയായിരുന്നു. പിന്നെ ഛായാഗ്രഹണം, സിനിമയുടെ ഫ്രെയിമിംഗ്, കളറിംഗ്, വിഷ്വൽ ട്രീറ്റ്മെന്റ്, അങ്ങനെ മൊത്തത്തിൽ വിഷ്വലി അപ്പീലിംഗ് തന്നെയായിരുന്നു സിനിമ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിന്നെ പറയണ്ടല്ലോ. ഈ സിനിമയ്ക്ക് ഒത്തുപോകുന്ന രീതിയിൽ മികച്ച നിലവാരം പുലർത്തുന്ന സ്കോർ തന്നെയാണ് സുഷിൻ ഈ സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. സൗണ്ട് ഡിസൈനിങ്ങും ഇതിനോടൊപ്പം തന്നെ നിലവാരം പുലർത്തിയിട്ടുണ്ട്. അങ്ങനെ ടെക്നിക്കലി എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയ ക്ലാസിക്കൽ പ്രിപ്പറേഷൻ നോക്കി പക്വതയില്ലാത്ത ഒരു ഹാഫ് കുക്ക്ഡ് ഡിഷായിപ്പോയി ഇതിൻ്റെ സ്ക്രിപ്റ്റ്. ഇതിൻ്റെ മേക്കേഴ്സിൻ്റെ പ്രിയദർശനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ 5 മിനിറ്റ് 18 സെക്കൻഡിൽ എത്തുമ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അവരതിൽ പറയുന്നത് അവർക്ക് ക്ലൈമാക്സ് ആണ് ആദ്യം കിട്ടിയത്. ആ ക്ലൈമാക്സിൽ നിന്ന് പിറകോട്ട് ഇവർ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തതെന്ന് സിനിമ കാണുമ്പോൾ നമുക്കത് എവിഡൻ്റ്ലി മനസ്സിലാവും. ഞാനത് ഈ സിനിമയുടെ മുന്നേ ചെയ്ത റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മയായി എനിക്ക് തോന്നിയത്. ആ ക്ലൈമാക്സ് കൊള്ളാം, കാണുന്നവർക്കൊരു വോ ഫാക്ടർ ഉണ്ടാവും എന്ന് തോന്നിയിട്ട് അതിനുവേണ്ടി ഒരു കഥ ഇതിലേക്ക് എങ്ങനെ എത്തിക്കാം, ആരൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താൽ ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്ന് ചിന്തിച്ച് ഓരോന്ന് എഴുതിക്കൊണ്ട് എത്തിച്ചതുപോലെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന ഈ സ്ക്രിപ്റ്റാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ. പിന്നെ ഇത്രയ്ക്ക് വാഴ്ത്തിപ്പെടാൻ തക്കതായിട്ട് ഈ സിനിമയിൽ വല്ലതും ഉണ്ടോ? നമുക്കതൊന്ന് വിലയിരുത്താൻ നോക്കിയാലോ. ഞാനിത് ചെയ്യുന്നത് സിനിമ കണ്ട എൻ്റെ ഓർമ്മയിൽ നിന്നും എടുത്തിട്ടാണ്. തെറ്റുകൾ കണ്ടാൽ നിങ്ങൾക്ക് തിരുത്താം. ഇനി ഞാൻ പറയുന്നതിൽ തീർത്തും സ്പോയിലർ ഉണ്ടാവും. സിനിമ കാണാത്തവർ ഇവിടം കൊണ്ട് നിർത്തി സിനിമ കണ്ടിട്ട് ബാക്കി കാണുന്നതാവും ഉചിതം. കഥ തുടങ്ങുന്നത് ജയിലിൽ കിടക്കുന്ന ഒരു അമ്മയിലും മകനിലുമാണ്. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത അവൻ അമ്മ പറഞ്ഞു കൊടുത്ത കഥകൾ അവൻ്റെ ഭാവനയിൽ ജയിലിലെ ചുമരുകളിൽ വരച്ചിട്ടിരിക്കുന്നത് കാണും. പിന്നീട് അവൾ ജയിലിൽ നിന്ന് റിലീസാവുന്ന ദിവസം ജയിലിലെ ലേഡി ഡോണായ ബീന ആന്റണിയുടെ കഥാപാത്രം ഷംനാഥ അവരുടെ നമ്പർ എഴുതിയ ഒരു പേപ്പർ ഇവർക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, എവിടെ ചെന്നാലും ഈ നമ്പറിലേക്ക് ഷംനാഥയെ വിളിക്കണം. ഇവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പൈസ മുടക്കി വക്കീലിനെയൊക്കെ ഷംനാഥ ഏർപ്പാട് ചെയ്തത് ഇവളെ പിന്നീട് മുതലെടുക്കാൻ വേണ്ടിയാണ്. പിന്നീട് അടുത്ത സീനിൽ ജയിലിലെ വാർഡൻ ഇവൾക്ക് കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തിട്ട് ഒരു NGOയുടെ നമ്പർ ഇവരുടെ മുൻപോട്ടുള്ള സഹായത്തിന് വേണ്ടി കൈമാറുന്നുണ്ട്. എന്നാൽ ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ കുട്ടിയെ കൊണ്ട് ഈ 2 നമ്പറും വേസ്റ്റ് ബിന്നിൽ ഇടിയിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സീനിൽ ഇവരുടെ ലക്ഷ്യം എന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കുറ്റം ചെയ്തതിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് അമ്മയുടെ കഥകളിൽ മാത്രം ലോകം കണ്ട ഒരു കുട്ടിയുമായി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആരോരും സഹായിക്കാനില്ലാത്ത ഒരു സ്ത്രീ അവർക്ക് സഹായത്തിനായി കിട്ടിയ 2 പിടിവള്ളിയും ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? കാണുന്ന പ്രേക്ഷകർക്ക് മുന്നോട്ട് കാണാൻ ഒരു ക്യൂരിയോസിറ്റി അവിടെ തന്നെ ഉണ്ടാവും. അവൾ എന്തിനങ്ങനെ ചെയ്തു? അവളുടെ ലക്ഷ്യം എന്താണ്? കുറ്റവാളി എന്ന ലേബലില്ലാത്ത പുതിയൊരു ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുകയാണോ അവളുടെ ലക്ഷ്യം? ഇനി NGOയിൽ പോയാൽ ഇവളുടെ പഴയ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതത്തെ അത് ബാധിക്കാം എന്ന് ചിന്തിച്ചാകുമോ അവളത് ചെയ്തിട്ടുണ്ടാവുക? ഒരു ബുദ്ധിയുള്ള ദീർഘവീക്ഷണമുള്ള ഒരു സ്ത്രീയായിട്ടാണ് ഈ സിനിമയിൽ ഈ ക്യാരക്ടറിനെ ഡെബിറ്റ് ചെയ്യുന്നത്. എന്നാൽ മിക്ക സ്ഥലത്തും ഈ സ്ത്രീ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഒരു ദീർഘവീക്ഷണമില്ലാത്ത സ്വന്തം ഭാവിയെ തന്നെ ബാധിക്കുന്ന മണ്ടത്തരങ്ങൾ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനെക്കുറിച്ച് നമുക്ക് മുന്നോട്ട് പറയുമ്പോൾ സംസാരിക്കാം. അവിടെ നിന്നും അവർ അലഞ്ഞു തിരിഞ്ഞ് ആഹാരം കഴിക്കാൻ എത്തിപ്പെടുന്നത് പ്രായത്തിൻ്റെ അവശതകൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരപ്പൂപ്പൻ്റെ ചായക്കടയിലേക്കാണ്. ജയിലിൽ നിന്നും പണിയെടുത്ത് കിട്ടിയ കാശ് കയ്യിലുണ്ടായിരുന്നിട്ടും കയ്യിൽ പൈസയില്ലാന്ന് കള്ളം പറഞ്ഞ് സിമ്പതി പിടിച്ചു പറ്റി പുതിയൊരു കള്ളക്കഥയും പറഞ്ഞ് പുതിയൊരു ഐഡന്റിറ്റിയിൽ ആ ചായക്കടയിൽ ജോലിക്ക് കയറി പറ്റുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അയാൾ അവളെ മകളെ പോലെ പരിഗണിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അവൾ മകനെയും കൊണ്ട് അവിടെ നിന്ന് ഒളിച്ചോടുകയാണ്. സഹായിക്കാൻ ആരുമില്ലാത്തൊരു സ്ത്രീയെ സ്വന്തം മകളെ പോലെ ചേർത്ത് നിർത്താൻ ഒരാൾ ഉണ്ടാവുമ്പോൾ എന്തിനവിടെ നിന്ന് ഒളിച്ചോടണം? അതിനവൾ കുട്ടിയോട് പറയുന്ന മറുപടി, നമ്മൾ രണ്ടിനുമിടയിൽ മൂന്നാമതൊരാൾ വേണ്ട എന്നാണ്. ഇപ്പോഴും എൻ്റെ ചോദ്യം, ഇവളുടെ ലക്ഷ്യം എന്താണ്?
തനിക്കും തൻ്റെ കുഞ്ഞിനും നല്ലൊരു ജീവിതം ഇനിയെങ്കിലും മുന്നോട്ട് ആഗ്രഹിക്കുന്ന ഒരമ്മയാണെങ്കിൽ എന്തിനവിടെ നിന്ന് ഒളിച്ചോടണം? അവിടെ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നോക്കില്ലേ? ശരിക്കും ഇവൾക്ക് എന്താണ് വേണ്ടത്? സിനിമ കാണുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പലയിടത്തും എൻ്റെ ഉള്ളിൽ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് അവൾ മറ്റൊരു ഐഡന്റിറ്റിയിൽ ഒരു കുട്ടിയെ നോക്കാൻ വീട്ടുജോലിക്ക് നിൽക്കുകയും ഒരു അപകടത്തിൽ ആ കുട്ടി മരിച്ചതിന് ശേഷം ആ ഇടം വിട്ട് വേറൊരിടം തേടുകയാണ്. അങ്ങനെ അലയുമ്പോൾ ഒരു വീട്ടിൽ ഒരു സ്ത്രീയെ നോക്കാൻ വേക്കൻസി ഉണ്ടെന്ന് പത്രത്തിൽ പരസ്യം കാണുകയും ബസ് സ്റ്റാൻഡിലിരിക്കുമ്പോൾ മാനസിക നില തെറ്റിയ ഒരു സ്ത്രീയുടെ ബിഷപ്പിനെ ചൂഷണം ചെയ്ത് ഒരു ബണ്ണിൻ്റെ കഷ്ണം കൊടുത്ത് അവരുടെ ID കാർഡ് പിടിച്ചെടുക്കുന്നു. പിന്നീട് ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ പത്രപരസ്യത്തിൽ കോണ്ടാക്ട് ചെയ്യുകയും അങ്ങനെ കുറച്ചുള്ളിലേക്കുള്ള ഒരു സ്ഥലത്ത് ഒരു കിളി പോയ സ്ത്രീയെ നോക്കാനെത്തുന്നു. ഇതിനു മുമ്പേ ജോലി ചെയ്ത വീട്ടിലെ മരിച്ചുപോയ കുട്ടിയുടെ പേര് ഉപയോഗിച്ച് മകനെ അവിടെ ഒരു സ്കൂളിൽ ചേർക്കുന്നു. ആദ്യം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ കിളി പോയ സ്ത്രീക്ക് ഇവൾ പറയുന്നത് കള്ളമാണെന്ന് അറിയാമായിരുന്നിട്ടും അവിടെ നിന്നോളാൻ പറയുന്നു. സ്വന്തം മകനോട് പിണങ്ങി വർഷങ്ങളായി ഒരു വാക്കുപോലും മിണ്ടാതെ ജീവിക്കുന്ന ഈ വല്യമ്മ ഇവളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നു. ഞാൻ മരിച്ചുപോയാൽ നീ നിന്റെ ഭർത്താവിനെ എങ്ങനെയാണോ കൊന്നു കുഴിച്ചിട്ടത് അതുപോലെ എന്നെയും കുഴിച്ച് വാഴ നട്ടേക്കുക. ആരെയും അറിയിക്കാനോ പറയാനോ പോകരുത്. നീ ഇവിടെ ജീവിച്ചു. പിന്നീട് അവൾ ടൗണിൽ പോകുന്നത് ബസ് കയറിയാണ്, ഓർത്തോണം. അവിടെ ഒരു ഫാൻസി ഷോപ്പിൽ വെച്ച് ഷംനാത്തെ കാണുകയും അവിടെ നിന്ന് അവൾ പേടിച്ച് അവരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് വീട്ടിലെത്തുന്നു. ആ പേടിയാൽ അവൾ അവിടെ നിന്നും പോകാൻ ശ്രമിച്ചപ്പോൾ കിളിപോയ വല്യമ്മ ഇതിൽ മുടക്കു നിൽക്കുകയും അതിനിടയിൽ അവർക്ക് സ്വാഭാവികമായി മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ഇവിടം മുതലാണ് പടം ശരിക്കും പ്രേക്ഷകന്റെ ലോജിക്കിനെയും കോമൺ സെൻസിനെയും ചോദ്യം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒട്ടും ബുദ്ധിയോ കോമൺ സെൻസോ ഇല്ലാത്ത ഒരു വ്യക്തി പോലും ഈ വട്ടുപെണ്ണുമ്പിള്ള പറഞ്ഞതോർത്ത് അവരുടെ ശരീരം കുഴിച്ചുമൂടി വാഴ വയ്ക്കാൻ നിൽക്കില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്താൽ സ്വാഭാവിക മരണമാണെങ്കിൽ തന്നെ ഭാവിയിൽ അത് കൊലക്കുറ്റമായി മാറും. മിനിമം ബോധമുള്ളവർ അങ്ങനെ ചെയ്യുമോ? അതും ഓൾറെഡി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവിടെയാണ് എൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തി. ഇവളുടെ ലക്ഷ്യം എന്താണ്? ശരിക്കും ഇവൾക്ക് എന്താണ് വേണ്ടത്? ഇവൾ എന്തിനിങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യുന്നു? ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് ഇവൾക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നുമേ സിനിമയിൽ ലോജിക്കലായി ഒരു ഉത്തരവുമില്ല. വട്ടുപെണ്ണുമ്പിള്ളയുടെ മരണം മകനെയോ നാട്ടുകാരെയോ വീട്ടുകാരെയോ അറിയിക്കാതെ മറച്ചു വെച്ച് മുന്നോട്ട് പോവുകയും അങ്ങനെ ഇരിക്കെ ഷംനാഥ ഇവളെ തേടി ആ വീട്ടിലെത്തുകയും എന്നാൽ അവരുടെ ശല്യം ഇവൾ തീർക്കാൻ തീരുമാനിക്കുകയും മരിച്ചുപോയ വല്യമ്മയുടെ തോക്ക് ഉപയോഗിച്ച് അവളെ കൊല്ലുകയും ചെയ്യുന്നു. അതേസമയം തന്നെ ആ വട്ടുവല്യമ്മയുടെ മകൻ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് ഇവൾക്ക് ഫോൺ കോൾ വരുന്നു. മകനും ബ്രോക്കറും എല്ലാവരും കൂടെ വീട്ടിലെത്തുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവൾ കണ്ടെത്തുന്ന മാർഗം എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുക, സ്വാഭാവിക മരണം സംഭവിച്ച ഒരാളെ ആരുമേ അറിയാതെ കുഴിച്ചിടുകയും മറ്റൊരാളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ട് ആ സാഹചര്യത്തിൽ ഇങ്ങനെ മരിച്ചുപോയ വല്യമ്മയുടെ മകൻ കൂടെ കയറി വരുമ്പോൾ പ്രേക്ഷകരിൽ ഒരു ടെൻഷൻ അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്, ഇവളിനി പിടിക്കപ്പെടുമോ എന്ന്. എന്നാൽ അവൾ ഈ കുറ്റകൃത്യങ്ങളൊക്കെ കവറപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗം, ആ മാർഗമാണ് ഈ സിനിമയിലെ വോ ഫാക്ടർ. അതാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ്. ആ മാർഗം എന്തെന്നാൽ പിടിക്കപ്പെടുന്ന അവസരത്തിൽ തനിക്ക് പകരം വേറൊരാളെ ഇട്ടുകൊടുക്കാൻ പാകത്തിൽ അന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ട മാനസിക നില തെറ്റിയ പെണ്ണിനെ വീട്ടിൽ താമസിപ്പിച്ച് ശുശ്രൂഷിക്കുന്നു. ഓൾറെഡി ആ പെണ്ണിൻ്റെ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ടാണ് ഇവൾ അവിടെ നിൽക്കുന്നത്. എന്നിട്ട് അവളെ തന്നെ ഈ കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദിയായി പോലീസിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നു. എന്നാൽ ഞാൻ മുന്നേ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരം കിട്ടാത്തതിനാൽ ഇതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് നനഞ്ഞ പടക്കം പോലെയായിരുന്നു. ഇനി നമുക്കിതിലെ മണ്ടത്തരങ്ങൾ ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ലോജിക്കില്ലായ്മ. ഞാനൊരു കൊലക്കുറ്റത്തിന് ജയിലിൽ കിടന്ന കുറ്റവാളിയാണ്. ഞാൻ എൻ്റെ ഐഡന്റിറ്റി എല്ലാം മറച്ച് മറ്റൊരാളുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഒരു വീട്ടിൽ ഒരു സ്ത്രീയെ നോക്കാൻ ചെല്ലുന്നു. ആ സ്ത്രീ എന്നോട് പറയുന്നു അവർ മരിച്ചാൽ അവരുടെ മക്കളെ അറിയിക്കാതെ അവരുടെ ശരീരം കുഴിച്ചിട്ട് വാഴ വെക്കണമെന്ന്. അങ്ങനെ ആ സ്ത്രീ എന്നോട് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യുമോ? എനിക്കെന്താണ് അവിടെ ലാഭം അങ്ങനെ ചെയ്യുന്നുണ്ട്? ഓൾറെഡി ഒരു ക്രിമിനലായ എന്നെ ഒരിക്കലും പുറത്തു കിടക്കാൻ പറ്റാത്തൊരു കൊലപാതക കുറ്റത്തിലേക്കല്ലേ അത് എത്തിക്കുക? ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക ലാഭം എനിക്കുണ്ടാവണം. അങ്ങനെ ഒരു സാമ്പത്തിക ലാഭവും ഇല്ല. ഇനി ഞാൻ ഈ കുറ്റം വേറൊരാളുടെ മുകളിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും എനിക്കുള്ള ബെനിഫിറ്റ് എന്താണ്? അവരുടെ വീടും വസ്തുവും കൈവശം വെക്കാം എന്ന ചിന്തയിലാണ് ഞാൻ ഇത് ചെയ്യുന്നതെങ്കിലും നാളെ ഒരു ദിവസം അവരുടെ മക്കൾ വന്നാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുത്തേ മതിയാവും. അതിൻ്റെ ലോജിക് ഈ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതിലെവിടെ ലോജിക്? ഈ സിനിമയിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സിനിമയിലെ അവൾക്ക് ഒരു കുട്ടി സഹിതമുണ്ട്. അവളെ ഡിപ്പെൻഡ് ചെയ്ത് ലോകം കണ്ടിട്ടില്ലാത്തൊരു കുട്ടി സഹിതം അവിടെ കൂടെ നിൽക്കുമ്പോൾ അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്ത് ആവശ്യത്തിനാണ്? എന്ത് നേട്ടത്തിനാണ്? എന്ത് കിട്ടാനാണ്? ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യുന്നതുകൊണ്ട് അവളുടെ ജീവിതം ബെറ്റർ ആകുമോ?
അവളുടെ കുഞ്ഞിൻ്റെ ജീവിതം ബെറ്റർ ആകുമോ? ഒരിക്കലുമില്ല. ഈ മരണം പുറത്തറിഞ്ഞാൽ ഒന്നുകിൽ ജയിൽ, അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്നും ആരെയും അറിയാണ്ട് പോകേണ്ടി വരും. അവൾക്കിവിടെ ഒരു നല്ല ജീവിതമോ അവളുടെ കുഞ്ഞിന് ഒരു ബെറ്റർ ജീവിതമോ ഒന്നും തന്നെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട്. അതുകൊണ്ട് ഈ സിനിമയിൽ ഈ വട്ട് സ്ത്രീയുടെ മരണവും ആ മരണം മറച്ചു വെക്കലും ഒരാവശ്യമില്ലാത്ത കാര്യം തന്നെയാണ്. സിനിമയിൽ ഈ ക്ലൈമാക്സിലേക്ക് എത്തിക്കാൻ വേണ്ടി അധികം ചിന്തിക്കാതെ, മെനക്കെടാതെ, ലോജിക്കില്ലാതെ എഴുതിയ ഒരു ഇൻസിഡന്റ്. സത്യത്തിൽ ഇവർക്കൊരു ത്രെഡ് കിട്ടി. ത്രെഡ് എന്തെന്നാൽ മാനസിക രോഗിയായിട്ടുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഐഡന്റിറ്റി ഒരാൾക്ക് കിട്ടുകയും അയാൾ ആ ഐഡന്റിറ്റി വെച്ച് വേറൊരു വീട്ടിൽ ജോലിക്ക് പോവുകയും അവിടെ ഒരു കുറ്റം ചെയ്യുകയും ഈ മാനസിക നില തെറ്റിയ സ്ത്രീയെ പ്ലാൻ ചെയ്ത് നിയമത്തിന് മുന്നിൽ ഇട്ടുകൊടുത്ത് എസ്കേപ്പ് ആകാം എന്ന ത്രെഡ് വെച്ച് അവർ ഡെവലപ്പ് ചെയ്ത കഥയാണിത്. ബട്ട് ഇതിൽ ഇവൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തക്കതായിട്ടുള്ള റീസൺ വേണം. ജെന്യൂനായിട്ടുള്ള റീസൺ സത്യത്തിലില്ല. വെറുതെ ഈ ത്രെഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൂർമ്മ ബുദ്ധിയും ദീർഘവീക്ഷണവും ഉണ്ടെന്ന് നമ്മളെ കാണിക്കുന്ന ഈ കഥാപാത്രത്തിനെ കൊണ്ട് ലോക മണ്ടത്തരം ചെയ്യുന്നു. അടുത്ത മണ്ടത്തരം പറയാനാണ് ഇതിലൊരു പോലീസുകാരൻ പറയുന്നുണ്ട്, എവിഡൻസ് എടുത്തപ്പോൾ അവിടെ ഒരു കുട്ടി ഉള്ളതായിട്ടോ കുട്ടിയുടെ പുസ്തകങ്ങളോ കുട്ടിയുടെ വസ്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ടോ ഒന്നുമേ ഇവർക്കൊരു തെളിവും കിട്ടിയില്ലെന്ന്. എന്ന് വെച്ചാൽ അവൾ അത്രയും പ്രിപ്പയർഡ് ആയിരുന്നു ഇതിനു വേണ്ടിയിട്ട്. പക്ഷേ ഇത്രയും പ്രിപ്പയർഡ് ആയിട്ടുള്ള വ്യക്തി സ്വന്തം കുട്ടിയോട് ഈ പ്രിപ്പറേഷൻസിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. തുടക്കം മുതൽ കുട്ടിയെ അതുപോലെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരമ്മ, അത്രയ്ക്ക് ആഴത്തിൽ കുട്ടിയോട് ഓരോ കഥകൾ പറഞ്ഞു കൊടുത്ത് കുട്ടിയെ അതുപോലെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന അമ്മയ്ക്ക് ഇത് ഇത്രയും പ്ലാൻ ചെയ്തിട്ട് എന്നാൽ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് ബസ്സിൽ വന്നിറങ്ങിയ അവൻ നാട്ടുകാരും പോലീസുകാരും ഒക്കെ ഇടപെടുന്ന സാഹചര്യത്തിലേക്കുള്ള പ്രവർത്തികളൊന്നും ചെയ്യില്ലായിരുന്നു. മണ്ടത്തരം നമ്പർ 3. ഇത്ര കൂർമ്മബുദ്ധിയുള്ള സൂത്രശാലിയായ ഒരു അമ്മയ്ക്ക് സ്വന്തം മകനെ സമയത്തിന് പോയി പിക്ക് ചെയ്യണമെന്ന് തോന്നാത്തത് എന്ത് അടിസ്ഥാനത്തിലാണ്? ആ കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ എസ്കേപ്പായി എല്ലാ ബാഗും അതും ഇതും എല്ലാം ഓൾറെഡി പ്ലാൻ ചെയ്ത പോലെ നടത്തി അവൾക്ക് അവിടുന്ന് കുട്ടിയെ പോയി പിക്ക് ചെയ്യുന്നത് കൊണ്ട് എന്തായിരുന്നു സംഭവിക്കുക? ഇത്രയും ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി സ്വന്തം മകനെ സേഫ് ആക്കാനല്ലേ ആദ്യം നോക്കുക. 4ാമത്തെ മണ്ടത്തരത്തിലേക്ക് വന്നാൽ ആ നാട്ടിലെ ആർക്കും ഈ കുട്ടിയെയും അമ്മയെയും അറിയില്ല എന്നാണ് സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഈ പയ്യനെ സ്കൂൾ ബസ് കയറ്റി വിടാൻ ഈ അമ്മ നടന്നാണ് രാവിലെയും വൈകിട്ടും അയ്യത്തൂടെ പോകുന്നത്. അതും ഇരുട്ടത്തൊന്നുമല്ല, പട്ടാപ്പകൽ. ഇങ്ങനെ എന്നും 2 വട്ടം നടന്നു പോകുമ്പോൾ അവരെ ആരും കണ്ടിട്ടില്ലേ? ഇൻസിഡൻ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം അതുവഴി നാട്ടുകാർ പോകുന്നുണ്ട്. അവരൊക്കെ പറയുന്നുണ്ട് ഇവരെ ഒന്നും കണ്ടിട്ടില്ല എന്ന്. അതെന്തൊരു നാട്ടുകാരാണത്? പിന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട് വീടിൻ്റെ പുറയിൽ കൂടി പോകുന്ന കാര്യം. ഇനി വീടിൻ്റെ പുറയിൽ കൂടെ ആണെങ്കിലും ആരെങ്കിലും കാണാതിരിക്കുമോ? അമ്മയും മകനും പ്രായമായ വല്യമ്മയും താമസിക്കുന്ന വീട്ടിൽ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോലും ഇവൾ പുറത്തിറങ്ങില്ലേ? പിന്നെ അതിനിടയ്ക്ക് അവൾ ടൗണിൽ പോകുന്നുണ്ട്, അതും ബസ്സിൽ. അവിടെ കടയിലുള്ള ആളുകളാണെങ്കിലും ബസ്സിലെ യാത്രക്കാരാണെങ്കിലും ബസ് കണ്ടക്ടർ ആണെങ്കിലും ഇവരാരും ഇവളെ കാണാതിരിക്കുകയാണോ? ഇവളെയും കുട്ടിയെയും ചേർത്ത് ഒന്നിച്ച് എത്ര തവണ ആളുകൾ കണ്ടിട്ടുണ്ടാവും? അവൾ ഒരു ദിവസം കുട്ടിയെ വിളിക്കാൻ വൈകുമ്പോൾ അവൻ അവിടെ കാണുന്ന കുട്ടികൾക്കൊപ്പം കളിക്കാൻ പോകുന്നുണ്ട്. അവർക്കൊക്കെ അപ്പം ഇവളെയും കുട്ടിയെയും അറിയില്ലേ? ഒന്നും വേണ്ട, സ്കൂൾ ബസ്സിൽ വരുന്ന ഡ്രൈവറിന് പോലും ഇവളെ അറിയില്ലേ? ഇവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒരു മുറിക്കുള്ളിൽ ഒളിച്ചിരിക്കുകയല്ല, പുറത്തിറങ്ങി ആവശ്യങ്ങൾക്ക് പോകേണ്ടവളാണ്. അതും ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടവളാണ്. ആ വ്യക്തിയെ ഒരു പട്ടിക്കുഞ്ഞു പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അക്സെപ്റ്റബിൾ ആകും? ഇനി എത്ര നാട്ടിൻപുറമാണെന്ന് പറഞ്ഞാലും എത്ര ആളുകൾ താമസം കുറഞ്ഞ സ്ഥലമാണെന്ന് പറഞ്ഞാലും അവിടെ ഒരു പ്രായമായ സ്ത്രീ, ഒരു അമ്മൂമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് പുതിയതായിട്ടൊരാൾ വരുമ്പോൾ അവിടെയുള്ള ആളുകൾ എന്തായാലും ശ്രദ്ധിക്കും. എസ്പെഷ്യലി നാട്ടിൻപുറത്ത് എന്തായാലും ശ്രദ്ധിക്കും. ഇനി ബസ്സും സ്കൂൾ ബസ്സും എല്ലാം പോകുന്ന സ്ഥലത്ത് ബസ് വന്ന് ഇറങ്ങുന്നതും സ്കൂളിൽ കൊണ്ടുവിടുന്നതും ബസ്സിൽ കൊണ്ടുവിടുന്നതും ഒക്കെ ചെയ്യുന്നത് ആ നാട്ടിലുള്ള ഒരാൾ പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ലോജിക്കലി വാലിഡ് അല്ല. ഇതിനു മുന്നേ പറഞ്ഞ പോലെ സ്കൂൾ ബസ് വന്നിറങ്ങി നാട്ടുകാർ അവനെ ചോദ്യം ചെയ്യുമ്പോൾ തുണി ഉരിഞ്ഞ് ബാഗിൽ വെച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ അമ്മ എന്തോ പറഞ്ഞ് പഠിപ്പിച്ച പോലെ ഒരു ബിഹേവിയർ അവൻ കാണിക്കുന്നുണ്ട്. വളരെ ക്രൂക്ഡായി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഈ വളഞ്ഞിരിക്കുന്ന ആളുകൾ ചോദ്യം ചെയ്യുന്നത് അവനെ എന്നും രാവിലെയും വൈകിട്ടും അവൻ്റെ അമ്മ കൊണ്ടുവിടുന്ന ബസ് സ്റ്റോപ്പിലാണ്. തനിച്ചിരുന്ന കുട്ടിയെ കണ്ടു കൂടിയ ജനങ്ങൾ നാളിതുവരെയും ആ അമ്മയെയും മകനെയും കണ്ടിട്ടില്ലേ? ഈ കൂടിയ ജനങ്ങളൊക്കെ അന്ന് പൊട്ടിമുളച്ചതാണോ? എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇനി നമുക്ക് മണ്ടത്തരം 5ലേക്ക് കടക്കാം. കേരള പോലീസൊക്കെ ഇത്ര ഇനഫിഷ്യൻ്റ് ആയിട്ടാണോ തിരക്കഥാകൃത്ത് ധരിച്ചു വെച്ചിരിക്കുന്നത്? സിനിമയിൽ ഇന്റർവെല്ല് മുതൽ ക്ലൈമാക്സ് വരെ പ്രേക്ഷകരെ മണ്ടന്മാരാക്കിയ പോലെ റിയൽ ലൈഫിൽ പോലീസിനെ മണ്ടന്മാരാക്കാൻ കഴിയില്ല. കുറ്റം ചെയ്തിട്ട് മാനസിക രോഗിയായ ഒരു സ്ത്രീയെ പോലീസിന് മുന്നിൽ ഇട്ടുകൊടുത്താൽ അവിടെ നിന്നും കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നാണോ തിരക്കഥാകൃത്ത് ധരിച്ചു വെച്ചിരിക്കുന്നത്? കുറ്റവാളി ആ സ്ത്രീ അല്ലെന്ന് പോലീസിന് 4-5 മണിക്കൂർ കൊണ്ട് തെളിയിക്കാവുന്നതേ ഉള്ളൂ. കാരണം മാസത്തിലൊരിക്കൽ പ്രായമായ വല്യമ്മയുടെ മകൻ ഇവരോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ സ്ഥിരം സംസാരിച്ച ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ ആ സംസാരിച്ച സ്ത്രീ അല്ല ഇതെന്ന്?
അതും പോട്ടെ, ആ കൊലപാതകം നടക്കുന്ന അന്നേ ദിവസം വല്യമ്മയുടെ മകൻ വീട്ടിൽ വരുന്നതിന് തൊട്ടു മുമ്പ് ഇവളെ വിളിച്ചറിയിച്ചതാണ്. ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഈ മാനസിക രോഗമുള്ള സ്ത്രീയല്ല ഇതൊക്കെ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പോലീസുകാർക്ക് അധികം സമയമൊന്നും വേണ്ടി വരില്ല. അവർക്ക് ചിന്തിച്ചൂടെ, ഇത്രയും മനസ്സ് സ്റ്റേബിൾ അല്ലാത്തൊരു വ്യക്തി എങ്ങനെ അവിടെ ഹോം നേഴ്സായിട്ട് വന്നുവെന്ന്, എങ്ങനെ ഇത്രയും നാൾ നിന്നുവെന്ന്? ഞാൻ ഈ പറയുന്നതൊക്കെ ലോജിക്കലി കറക്റ്റ് അല്ല എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് കേട്ട് ബോറടിക്കുന്നോ? എങ്കിൽ അവസാനമായിട്ട് ഈ സിനിമയിലെ ഒരു മണ്ടത്തരം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഒരു കൊലപാതകം നടന്നാൽ പോലീസ് അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ഏതൊക്കെ വിധേനയും തെളിവുകൾ ശേഖരിക്കും. അത് നമ്മുടെ സിനിമയിൽ കാണിക്കുന്നില്ല. നമ്മളെ വഴിതിരിച്ച് വിടുന്നുവെങ്കിലും പാരലലി പോലീസ് അത് അന്വേഷിക്കുമല്ലോ. ഇവിടെ കൊല ചെയ്യപ്പെട്ട ഷംനാഥ, അവരവിടെ എന്തിനു വന്നു? പോലീസ് ആദ്യം അതായിരിക്കുമല്ലോ അന്വേഷിക്കുക. നമ്മുടെ നായിക ടൗണിൽ വെച്ച് ഷംനാഥയെ കാണുന്നുണ്ട്. ഷംനാഥയെ കണ്ട് പേടിച്ചോടി ബസ്സിൽ കയറുന്നുണ്ട്. അപ്പോൾ ഷംനാഥയോടൊപ്പം 3 സ്ത്രീകളും ഉണ്ട്. ഇവർ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിലാണ് സിനിമയിൽ കാണിക്കുന്നത്. പോലീസ് ഷംനാഥയെ ബാക്ക് ട്രേസ് ചെയ്ത് പോയാൽ ഇതിനകത്ത് നിന്നും അവർക്ക് പെട്ടെന്ന് തെളിയിക്കാൻ പറ്റും ഈ മാനസിക നില തെറ്റിയ പെണ്ണ് കുറ്റവാളിയല്ലെന്ന്. ഷംനാഥ കിടന്ന ജയിലും അവിടെ ഉണ്ടായിരുന്ന ഇവളെ കണ്ട ആ 3 പേരും അവരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ഇവളിലേക്ക് എത്താൻ വീണ്ടും എളുപ്പമല്ലേ പോലീസിന്? പോലീസിന് ഈസിലി മനസ്സിലാക്കിക്കൂടെ ഈ മാനസിക നില തെറ്റിയ സ്ത്രീ ഷംനാഥയുടെ സർക്കിളിൽ ഉള്ളതല്ലെന്ന്? ഇത്രത്തോളം ഒട്ടുമേ സെൻസ് ഇല്ലാതെ, ലോജിക് ഇല്ലാതെ ഒരു ക്ലൈമാക്സിന് വേണ്ടി അതിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ തുന്നിച്ചേർത്ത് വെച്ച ഒരു സ്ക്രിപ്റ്റ് ഈ സിനിമയുടെ എല്ലാ നല്ല വശങ്ങൾക്കും അതീതമായി ഈ സിനിമയെ ഉയർത്തിക്കാട്ടുന്നു. ഒരു സിനിമയെ താറടിച്ച് കാണിക്കാനല്ല ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞത് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയ, എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ്. എല്ലാവരും എവിടെ നോക്കിയാലും ഈ സിനിമയെ പറ്റി വാഴ്ത്തിപ്പാടലുകളും പുകഴ്ത്തുപാട്ടുകളും ഒക്കെയാണ്. എനിക്ക് തിയേറ്ററിൽ ഒരു ബെറ്റർ മേക്കിങ്ങിൽ ഉണ്ടാക്കിയൊരു മൂവിയാണ്. പക്ഷേ ഒരു നല്ല സിനിമയായിട്ട്, ഒരു ക്ലാസിക് സിനിമയായിട്ട് എനിക്കിത് തോന്നിയില്ല. അങ്ങനെ കുറേ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.